കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ 34 ചെയ്തു. ഇനി കുറച്ച് ശ്ലോകമേ ഉള്ളൂ ഈ അധ്യായത്തിൽ കേട്ടോ. അപ്പോൾ നമുക്ക് 35 ചെയ്യാം. 35 6 വരിയല്ലേ? അതെ, 35 6 വരിയായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതുപോലെ ചെയ്യാം കേട്ടോ. യശ്ചമർത്യ സ്തവൈരേഭിസ്ത്വാം സ്തോഷ്യത്യമലാനനെ തസ്യ വിത്തർത്ഥി വിഭവ പുത്രധാരാദിസമ്പദം വൃദ്ധയേ സുപ്രസന്നാത്വം ഭവേഥാഹ സർവദംബികേ. അപ്പോൾ ഇതിൽ പിന്നെ എന്താ പറയണ, കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞുല്ലോ, ഹേ മഹേശ്വരി എന്താണ് ഇനി ഞങ്ങൾക്ക് വരം അരുളി ഞങ്ങൾക്ക് ശരിക്കും ഒരു വരവും വേണ്ട ഇനി, പക്ഷേ ഇനിയും വരം നൽകി അനുഗ്രഹിക്കണമെന്നാണ് ഭഗവതിയുടെ ഇച്ഛ എങ്കിൽ ഞങ്ങൾക്ക് ഇനി മേലിൽ വരാനിരിക്കുന്ന എല്ലാ ആപത്തുകളെയും നീക്കി തരണം എന്നല്ലേ പറഞ്ഞത്. ഇനി ഇതിലെന്താ പറയണറിയോ? ഇതിൽ പറയുന്നുണ്ട് 35 എന്താ പറയണ വെച്ചാൽ അമലാനനെ അംബികേ. അത് പരിശുദ്ധമായ മുഖത്തോടു കൂടിയ, അമലം എന്ന് പറഞ്ഞാൽ എന്താ, മലം ഇല്ലാത്തത്, വളരെ പരിശുദ്ധമായിട്ടുള്ള മുഖത്തോടു കൂടിയ ഹേ അമ്മേ അംബികേ അംബേ. യഹ മർത്യ ഏഭിസ്തവൈഹി, ഏതൊരു മനുഷ്യൻ ഈ സ്തോത്രങ്ങൾ കൊണ്ട് ത്വാം സ്തോഷ്യതി, ഭഗവതിയെ സ്തുതിക്കുന്നുവോ, തസ്യ ആ മനുഷ്യന് അല്ലെങ്കിൽ ആ ആൾക്ക് വിത്തർത്ഥി വിഭവ പുത്രധാരാദി സമ്പദാം വൃദ്ധയെ എന്ന് പറഞ്ഞാൽ, വിത്തം എന്ന് പറഞ്ഞാൽ പിന്നെ വിത്തർത്ഥി വിഭവം എന്ന് പറഞ്ഞില്ല, വിത്തം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ഹൃദ്ധി പറഞ്ഞാൽ വിത്തർത്ഥി എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഹൃദ്യാണ്. ഹൃദ്ധി എന്ന് പറഞ്ഞു വെച്ചാൽ സമൃദ്ധിയാണ്, വിഭവം വെച്ചാൽ ഐശ്വര്യങ്ങൾ, അതാണ് അതിനർത്ഥം. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ എല്ലാ സുഖങ്ങളും നമ്മൾ ഈ ഇഹലോകത്തിലത്തെ, അതാണ് പറഞ്ഞത്. ഈ ഒരു സ്തുതി കൊണ്ട് ഏതു മർത്യനാണ് ഭഗവതിയെ സ്തുതിക്കുന്നുവോ ആ മർത്യന് എന്തൊക്കെ ധനധാന്യം, പിന്നെയോ ധനധാന്യ സമൃദ്ധി, പിന്നെയോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, ഇപ്പോൾ കൃഷിക്കാരാണെങ്കിൽ കൃഷിക്ക് വേണ്ട ഉപകരണങ്ങളും, പശു അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കാളയും പോത്തുവോ എന്താ വെച്ചാൽ അതൊക്കെ ഉണ്ടാവുക, സന്തതി സുഖം, പത്നി സുഖം, അതാണ് പുത്രധാരാദി, പുത്രസുഖം, സമ്പദ് സുഖം, പത്നി നല്ലതാവുക, പിന്നെയോ ഇത് മുഴുവനും ലഭിക്കുമാറാകണേന്ന്. അതാണ് എത്ര ദേവന്മാർക്ക് നല്ല പിന്നെ മനസ്സിന് നല്ല പാകതയുണ്ട്. അവനവന് വേണ്ടി മാത്രമല്ല, ഇത് ചെല്ലണ ഏതൊരു മനുഷ്യനും ഈ ധനധാന്യ സമൃദ്ധിയും അവനവനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവലും, സന്തതി സുഖവും പത്നി സുഖവും, പിന്നെന്താ ഭൃത്യന്മാരും, എല്ലാ തരത്തിലും ലൗകികമായിട്ടുള്ള എല്ലാ സുഖങ്ങളും നൽകണേ. ത്വം സർവദാ സുപ്രസന്ന ഭവേതാച്ച, അവിടുന്ന് എല്ലായ്പ്പോഴും പ്രസന്നയായി ഭവിച്ചാലും പ്രസാദിച്ചാലും. അതായത് സ്വാർത്ഥ ചിന്ത കാണിക്കണില്ല ദേവന്മാരിതിൽ അല്ലേ. അവർക്ക് വേണ്ടി മാത്രമല്ല ഭഗവതിയുടെ അനുഗ്രഹം, മറ്റുള്ളവരെയും എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല, ഈ സ്തുതി ആര് ചെല്ലുന്നുവോ അവർക്ക് എല്ലാ സൗകര്യം, അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളാവുന്ന സർവ്വപുരുഷാർത്ഥങ്ങളും ഈ സ്തുതി കൊണ്ട് സ്തുതിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണേ എന്നാണ് പറയണത്. അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളായിട്ടുള്ള സർവ്വപുരുഷാർത്ഥങ്ങളും, ഇഹലോകത്തിലത്തെയും പരലോകത്തിലത്തെയും എല്ലാ സുഖങ്ങളും, പിന്നെ മോക്ഷവും, അതാണല്ലോ ധർമാർത്ഥ കാമ മോക്ഷം ആയിട്ടുള്ള സർവ്വപുരുഷാർത്ഥങ്ങളും ഈ സ്തുതി കൊണ്ട് ഏത് മർത്യൻ ഭഗവതിയെ സ്തുതിക്കുന്നുവോ അവർക്ക് നൽകണമേ എന്നാണ് ദേവന്മാർ പറഞ്ഞത്. അത് വളരെ നല്ലതല്ലേ അല്ലേ?
അന്നൊക്കെ ധനധാരാതി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ധനം എന്ന് പറഞ്ഞാൽ പശു, കുതിര, കൃഷിക്ക് വേണ്ടത് അല്ലേ, പാല്, കൃഷിക്ക് വേണ്ടത് അതൊക്കെയാണ് അത്. പിന്നെ ധാരം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പത്നിയാണ്. പിന്നെ ആദി എന്നും കൂടി പറഞ്ഞിട്ടില്ല, ധനധാരാദി. ആദി വെച്ചാൽ എന്താ വെച്ചാൽ ബാക്കി സൗകര്യങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് നല്ല വിശ്വാസമുള്ള ഭൃത്യന്മാർ, പിന്നെ പിന്നെ എല്ലാം, അതായത് കാലത്ത് മഴ പെയ്യലും ഈവൻ പ്രകൃതിയുടെ സഹായവും ഒക്കെ വേണമല്ലോ എല്ലാവർക്കും, അതൊക്കെ ഉണ്ടാവുന്ന ധനധാന്യ സമൃദ്ധിയും പിന്നെ ഗൃഹത്തിലത്തെ എല്ലാ സൗഖ്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ, ഉണ്ടാവണേ എന്നാണ് ദേവന്മാർ. അപ്പോൾ ദേവന്മാർ ഒട്ടും സ്വാർത്ഥമില്ലാതെയാണ് ഇതിൽ പ്രാർത്ഥിക്കണം. ഞങ്ങളെ വരാൻ പോകുന്ന ആപത്തുകളിൽ നിന്നും കൂടി അകറ്റണേന്ന് പറഞ്ഞതിന് ശേഷം അവരിതും കൂടിയും പറയുന്നുണ്ട്. ഈ ഒരു സ്തുതി ആരാണ് അനന്യഭക്തിയോടുകൂടി ചെല്ലണത്? ആ ഭക്തനെ എല്ലാ ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന സർവ്വപുരുഷാർത്ഥങ്ങളും നൽകി അനുഗ്രഹിക്കണേ. അപ്പോൾ വളരെ നല്ല ഒരു ഇതാണ്, അവനവന് വേണ്ടി മാത്രമല്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് 35 ഒന്നും കൂടി വായിക്കാം. യശ്ചമർത്യസ്തവൈരേഭി സ്ത്വാം സ്തോഷ്യത്യമലാനനേ തസ്യ വിത്തർത്തി വിഭവ പുത്രധാരാദിസമ്പദാം വൃദ്ധയേ സുപ്രസന്നാത്വം ഭവേധാ സർവദാംബികെ. ഒക്കെ വൃദ്ധി പ്രാപിക്കണം. അത് മാത്രമല്ല, ഭഗവതി എപ്പോഴും പ്രസന്നയായിട്ട് എല്ലാവരിലും പ്രസന്നയായി ഭവിക്കണേ, മീൻസ് പ്രീത ആയി ഭവിക്കണേ. അതായത് എല്ലാം ചെയ്യണത് മുഴുവൻ ഭഗവതി പ്രസാദത്തിനായിക്കൊണ്ട് ആയിരിക്കണേ എന്നുള്ളതും പ്രാർത്ഥിക്കാം. ഭഗവതി പ്രസാദിക്കണം വെച്ചാൽ നമ്മൾ ചെയ്യണതൊക്കെ ഭഗവതി പ്രസാദത്തിനായിക്കൊണ്ടായിരിക്കണമല്ലോ. അതിന് നമുക്ക് പ്രേരിപ്പിക്കാനും പ്രാർത്ഥനയാണ് കേട്ടോ. ഇനി 36 ചെയ്യാം. പൂർവമേവ വരം പ്രാദാഹ്യസ്മാകം വചനാത് പുനഃ ദേവാനാം മനുജാനാം ച ഹിതായ മഹിഷാർദിനി. 36. ഹേ മഹിഷാർദിനി, ഭഗവതിയെ ഇപ്പോൾ മഹിഷാസുരമർദിനി എന്ന് വിളിക്കാലോ, മഹിഷാസുരനെ കൊന്നു കഴിഞ്ഞല്ലോ ഇല്ലേ. അപ്പം ഹേ മഹിഷാർദിനി, അസ്മാകം വചനാത്, ഞങ്ങളുടെ ഈ അഭ്യർത്ഥന അനുസരിച്ച് ദേവാനാം പുനഃ മനുജാനാം ച, ദേവന്മാരുടെയും അതുപോലെ തന്നെ മനുഷ്യരുടെയും ഹിതത്തിനായിക്കൊണ്ട് അഥവാ നന്മയ്ക്കായിക്കൊണ്ട് അല്ലെങ്കിൽ ശ്രേയസ്സിനായിക്കൊണ്ട് എന്താ വെച്ചാൽ പറയാം. പൂർവം ഏവം ഹി വരം പ്രാത, മുൻപ് തന്നെ വരം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അതായത് പിന്നെ അതെ, നമ്മളെന്തിനർത്ഥിച്ചാലും ഭഗവതി നമുക്ക് നല്ലതേ നൽകൂ. അതുകൊണ്ടേ, അതായത് ശ്രേയസ്കരായിട്ടുള്ളതേ തരൂന്നും കൂടി ഉണ്ട് അതിൽ. ശ്രേയസ്സിനായിക്കൊണ്ട് പൂർവം ഏവം ഹി വരം പ്രാത, മുമ്പ് തന്നെ വരം നൽകി എനിക്ക്. ആദ്യം തന്നെ പറഞ്ഞുല്ലോ എന്താ വേണ്ട വെച്ചാൽ തരാമെന്നൊക്കെ. അപ്പോൾ ഭഗവതി തരണതൊക്കെ ആയിരിക്കും, ഉറപ്പാണ്. നമുക്ക് അതും ബോധ്യവും വേണമല്ലോ. ഭഗവതി നമുക്ക് നൽകുന്നതൊക്കെ നമുക്ക് ശ്രേയസ്കരമായിരിക്കും എന്ന് നമുക്ക് വിശ്വാസവും ഉറപ്പും വേണേ, അതും കൂടി വേണം. നമ്മളെന്തർത്ഥിച്ചാലും ഭഗവതി നമുക്ക് നല്ല തന്നെ നമ്മൾ നല്ലതല്ലാത്തതിന് പ്രാർത്ഥിച്ചാലും ഭഗവതി നല്ലതേ നൽകൂ. അതായത് ദുഃഖം കൊണ്ടോ നമ്മൾ വല്ലാത്ത ദുഃഖം വരുമ്പോഴോ നമ്മൾ അരുതാത്ത കാര്യത്തിന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മൾ സമ്പത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ നമ്മൾ വെറും ജിജ്ഞാസ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ദേവിയെ സമീപിച്ചാൽ ദേവി നമുക്ക് നൽകും. എന്താ തരിക? ആ നൽകണത് പക്ഷെ ശ്രേയസ്കരായിട്ട് നൽകി അനുഗ്രഹിക്കൂ. അതിപ്പോൾ ഏതുപോലെ വെച്ചാൽ നോക്കൂ, മക്കളിപ്പോൾ ശാഠ്യം പിടിച്ചാലും വാശി പിടിച്ചാലും നമ്മൾ അവർക്ക് നല്ലതല്ലാത്ത ചെയ്യില്ലല്ലോ. മക്കളൊക്കെ ഒരമ്മയും ചെയ്യില്ല, അവർക്ക് നല്ലതല്ല എന്ന് തോന്നണത് നമുക്ക്. ഇപ്പോൾ അവർ വാശി പിടിച്ച് ഇപ്പോൾ ഭയങ്കര പനിയുണ്ട് അല്ലെങ്കിൽ തൊണ്ടവേദന ഉണ്ട്, ആ സമയത്ത് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ കൊടുക്കാതിരിക്കും. അതിനെങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സ് മാറ്റി, വിഷയം മാറ്റി, അതിൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് ചെയ്ത് നമ്മൾ കൊടുക്കാതിരിക്കും. അത് നമുക്ക് സ്നേഹക്കുറവുണ്ടല്ലോ. ആ കുട്ടിയുടെ നന്മയ്ക്ക് എന്താണെന്ന് നോക്കിയിട്ടാണ് ഒരമ്മ. അതേപോലെയാണ് ഭഗവതി നമ്മുടെ എല്ലാവരുടെ അമ്മയാണല്ലോ. അപ്പോൾ നമ്മളിഞ്ഞിപ്പോൾ ചോദിക്കണത് ശരിയല്ലാത്താണെങ്കിൽ പോലും ഭഗവതി നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് മാത്രമേ തരുള്ളൂ. അതായത് ഹിതവും പ്രിയവും കൂടി വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ ഹിതം വെച്ചാൽ
പിന്നെന്താണ് നിത്യം ശ്രേയസ്കരമായിട്ടുള്ളത്, നമുക്ക് എന്നും ഇറ്റേണലി ഗുഡായിട്ടുള്ളതിനെ ഹിതമെന്ന് പറയുള്ളൂ. പ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? താൽക്കാലികമായിട്ടൊരു സന്തോഷം, അതാണ് പ്രേയസ്കരം അല്ലേ? ഹാപ്പിനെസ്സും പ്ലഷറും അല്ലേ? പ്രേയസ്കരം എന്ന് പറഞ്ഞാൽ അപ്പം സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണതാണ്, അല്ലെങ്കിൽ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യണ പ്രേയസ്കരം. ശ്രേയസ്കരം അങ്ങനെയല്ല, എന്നൊക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് ഒരമ്മ മക്കൾക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് ചെയ്യുള്ളൂ, പ്രേയസ്കരമായിട്ട് ചെയ്യില്ല. അപ്പോൾ അവരെ അപ്പം പ്ലീസ് ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ അവർക്ക് നന്മയ്ക്കല്ലാച്ച നമ്മൾ ചെയ്യുമോ? അപ്പം അതേപോലെയാണ് ഭഗവതി. നമ്മളെന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ഭഗവതി നമുക്ക് നല്ലതേ നൽകൂ. അപ്പോൾ അതിന്ന് നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കണം. എന്താ അറിയോ? ഭഗവതിയെ പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഹിതത്തിനാണ്. അതായത് നമ്മളെന്തിനെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചു, നമുക്കത് കിട്ടിയില്ല എന്ന് വയ്ക്കുക. അപ്പം നമ്മളെന്താ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഈശ്വരേച്ഛ മാത്രമേ നടക്കുള്ളൂ. എൻ്റെ ഇച്ഛയും ഈശ്വരേച്ഛ ഒന്നാണെങ്കിൽ അത് നടക്കും. അല്ലാച്ചാൽ എൻ്റെ ഇച്ഛ എത്ര വലുതായാലും ഭഗവാന്റെ ഇച്ഛ അല്ലെങ്കിൽ ഈശ്വരേച്ഛ മാത്രമേ നടക്കുള്ളൂ. ആൻഡ് ഈശ്വരേച്ഛ നമുക്ക് നല്ലതിനേ ആവൂ. ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ളതാണ് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. ഭഗവതി മക്കൾ വാശി പിടിച്ചാൽ നല്ലതല്ലേ അമ്മമാർ നല്ലൂ. അതുപോലെയാണ് ഭഗവതി. നമ്മൾ എന്തിനർത്ഥിച്ചാലും ഭഗവതി നമുക്ക് നൽകുന്നത് നമുക്ക് ഭാവിയിൽ ശ്രേയസ്കരമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ എന്ന്. അത് നല്ലൊരു ഇതല്ലേ. അപ്പം 36 വായിക്കാം. പൂർവമേവ വരം പ്രാദാഹ്യസ്മാകം വചനാത് പുനാം ദേവാനാം മനുജാനാം ചഹിതായ മഹിഷാർദിനി. 37 ഇതി പ്രസാദിതാ ദേവൈർജഗദോർത്ഥേ തഥാത്മന തഥേത്യുക്ത്വാ ഭദ്രകാളി ബഭൂവാന്തർഹിതാ നൃപ. ഇത് പറഞ്ഞ് ഭഗവതി ഞാൻ അപ്രത്യക്ഷമാവണമെന്നാണ് കേട്ടോ. അതായത് 37 ഹേ നൃപ, അതായത് ഈ പിന്നെ സുമേധസ് മഹർഷി സുരഥനോട് പറയാണ്, ഹേ നൃപ, ഹേ സുരഥ രാജാവേ, അല്ലയോ രാജൻ അർത്ഥം. ഇതി ദേവൈഹി ജഗത അർത്ഥേ യഥാ, ലോകമംഗളത്തിന് വേണ്ടിയും ഇങ്ങനെ ദേവന്മാരെ ലോകമംഗളത്തിന് വേണ്ടിയും ആത്മനാ അർത്ഥേ സ്വന്തം ദേവന്മാരുടെ ശ്രേയസ്സിന് വേണ്ടിയും പ്രസാദിത ഭദ്രകാളി ഇപ്രകാരം പ്രസാദിപ്പിക്കപ്പെട്ട. ഭദ്രകാളി പറഞ്ഞാച്ചാൽ ഇവിടെ ഭദ്രം ച മംഗളം എന്നാണ്, മംഗളകാരിണി എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. ഭദ്രകാളിയുടെ നമ്മൾ വിചാരിക്കണം ഭദ്രകാളിയുടെ ഇതല്ല, ഇപ്പം മഹാലക്ഷ്മി ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഇവിടെ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രം നൽകുന്ന മംഗളകാരിണിയായിട്ടുള്ള ദേവീനെ അർത്ഥമുള്ളൂ. അതാണ് പ്രസാദിത ഭദ്രകാളി ഇപ്രകാരം പ്രസാദിപ്പിക്കപ്പെട്ട മംഗളകാരിണിയും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതുമായ ആ ദേവി തഥ ഇത്യുക്ത്വ അങ്ങനെയാവട്ടെ. അതായത് ഇത് ഇപ്പോൾ ദേവന്മാർ പറഞ്ഞില്ലേ ഞങ്ങളെ രക്ഷിക്കണം, ഇത് ചെല്ലുന്നവരെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുല്ലോ, അതൊക്കെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് തഥാ ഇത്യുക്ത്വ അങ്ങനെ വരട്ടെ, തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അന്തർഹിത ബഭൂവ അപ്രത്യക്ഷമാവുകയും ചെയ്തു. തൽക്കാലം ദേവി പിന്നെ അപ്രത്യക്ഷമായി ദേവന്മാരുടെ മുമ്പിൽ നിന്ന്. അതാണ്. അപ്പോൾ എന്താണ് ഇതിലെന്താ പറഞ്ഞത്? മഹിഷാസുര, അതായത് മഹിഷാസുരവധത്തിനായിട്ട് ദേവി എടുത്ത ആ രൂപം പിന്നെ അല്ല മഹിഷാസുരവധത്തിന് തേജോരൂപിണിയായി പ്രത്യക്ഷപ്പെട്ട ആ ദേവി അപ്രത്യക്ഷമായി എന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് അതെ ദുഷ്ടവിനാശം അതന്നെ. അതായത് പറഞ്ഞുല്ലോ പിന്നെ ഇങ്ങനെ പ്രസാദിപ്പിക്കപ്പെട്ട മംഗളകാരിണിയായിട്ടുള്ള ദേവി ശരി അങ്ങനെ ആവട്ടെ എന്ന് ദേവന്മാരോട് പറഞ്ഞ് അനുഗ്രഹിച്ച് അവിടെ അപ്രത്യക്ഷയായി. ഇതി പ്രസാദിതാ ദേവൈർ ജഗദോർത്ഥേ തഥാത്മന തഥേത്യുക്ത്വാ ഭദ്രകാളി ബഭൂവാന്തർഹിതാ നൃപ. അങ്ങനെ അന്തർധാനം ചെയ്തു. അന്തർഹിതാ നൃപ എന്ന് പറഞ്ഞുല്ലോ. ഇനി 38 ഇത്യേതത് കഥിതം ഭൂപ
സംഭൂതാ യഥാ പുരാ ദേവീ ദേവശരീരേഭ്യോ ജഗത്രയ ഹിതൈഷിണി. എന്താണ് 38 പറയണേ? ഹേ ഭൂപ, ഹേ രാജാവേ, സുരഥനോട് പറയാണല്ലോ, ജഗത്രയ ഹിതൈഷിണി സാ ദേവി. അതായത് ജഗത്രയം ചെന്ന 3 ലോകം, ത്രൈലോക്യത്തിനും അഭ്യുദയം മാത്രം ആഗ്രഹിക്കുന്ന ആ ദേവി. ഹിതൈഷിണി, ഹിതം പറഞ്ഞില്ലേ, ശ്രേയസ്കരായിട്ടുള്ളത്. 3 ലോകത്തിലെ ഉള്ളവർക്ക് മുഴുവനെ നല്ലത് മാത്രം, ശ്രേയസ്കരമായത് മാത്രം വരണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മംഗളം അല്ലെങ്കിൽ അഭ്യുദയം മാത്രം ആഗ്രഹിക്കുന്ന ആ ദേവി പുരാ ദേവശരീരേഭ്യ യഥാ സംഭൂത ഇതി. പണ്ട് ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും എങ്ങനെ നാരീരൂപം പൂണ്ട ശക്തിയായി എന്ന കഥ ഏതത് കഥിതം ഇപ്രകാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാജാവിനോട് പറയുകയാണ് സുമേധസ് മഹർഷി, എങ്ങനെയാണ് ദേവന്മാരുടെ ശരീരത്തിൽ നിന്നുള്ള തേജസ്സിനെ ആവാഹിച്ച് എല്ലാ തേജസ്സും കൂടി ഒരു നാരീരൂപം പൂണ്ട് മഹാലക്ഷ്മിയായി വന്ന് എങ്ങനെയാണ് മഹിഷാസുരനെ വധിച്ചത് എന്നുള്ള കഥ ഞാൻ ഇപ്പോൾ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. അതായത് മഹിഷാസുരവധത്തിന് തേജോരൂപിണിയായിട്ട് പ്രത്യക്ഷപ്പെട്ട ദേവിയുടെ കഥ ഞാൻ ഇപ്പോൾ അങ്ങയ്ക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്നാണ് 38. ഇത്യേതത് കഥിതം, ഹേ രാജാവേ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇത്യേതത് കഥിതം ഭൂപാ സംഭൂതാ സാ യഥാ പുരാ ദേവീ ദേവശരീരേഭ്യോ ജഗത്രയ ഹിതൈഷിണി. ഇനി 39ഉം 40ഉം ആണ്. 40 അവസാനത്തെ, 39, 40 ഒന്നിച്ചാണ് കേട്ടോ ചെയ്തിരിക്കണം, എന്നാലാണ് അർത്ഥം പറയാൻ ശരിയാവുക. പുനശ്ച ഗൗരീ ദേഹാദ് സാ സമുദ്ഭൂതാ യഥാ ഭവൽ വധായ ദുഷ്ടദൈത്യാനം തഥാ സുംഭനിസുംഭയോഃ രക്ഷണായ ച ലോകാനാം ദേവാനാമുപകാരിണി തച്ഛൃണുഷ്വ മയാഖ്യാതം യഥാവത് കഥയാമി തേ. ഇനി ഇതിപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് കേട്ടോ. ദേവാനാം ഉപകാരിണി, ദേവന്മാർക്ക് ഉപകാരത്തെ ചെയ്യുന്ന, സാ ദുഷ്ടദൈത്യാനം തഥാ ദുഷ്ടന്മാരായ അസുരന്മാരുടെയും, അതുപോലെ എന്താണ് സുംഭനിസുംഭയ വധാഹ, ആ സുംഭനിസുംഭന്മാരുടെ വധത്തിനായിക്കൊണ്ടും ലോകാനാം രക്ഷണായ ച, ലോകരക്ഷയ്ക്കായിക്കൊണ്ടും യഥാ പുനഃ ച, എപ്രകാരം വീണ്ടും ഗൗരീദേഹ സമുദ്ഭൂത അഭവത്, ആ പാർവതീദേവിയുടെ ശരീരത്തിൽ നിന്നും രൂപം കൊണ്ടതെന്ന് മയാ ആഖ്യാതം തത് ശൃണുഷ്വ, ഞാൻ പറയുന്നത് കേട്ടുകൊള്ളുക. അഹം തേ യഥാവത് കഥയാമി, അത് ഞാൻ അങ്ങേക്ക് വേണ്ട പോലെ പറഞ്ഞു തരാം. അതായത് ഉണ്ടായ പോലെ, ആ കഥ നടന്ന പോലെ ഞാൻ പറഞ്ഞു തരാമെന്ന്. അതായത് ഇപ്പോൾ അടുത്ത കഥ പറഞ്ഞു തരാമെന്ന് പറയുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, മഹിഷാസുരമർദ്ദൻ്റെ കഥ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ എപ്പോഴും ലോകോപകാരം മാത്രം ആഗ്രഹിക്കുന്ന ഈ ദേവി ദുഷ്ടന്മാരായ അസുരന്മാരുടെയും അതുപോലെ തന്നെ സുംഭനിസുംഭന്മാരുടെ വധത്തിനായിക്കൊണ്ട് എങ്ങനെയാണ് ഉത്ഭവിച്ചതാണ്. സുംഭനിസുംഭന്മാരെ വധിക്കാനായിക്കൊണ്ടും ലോകത്തിനെ രക്ഷിക്കാനായിക്കൊണ്ടും പിന്നെയും ദേവി ആദ്യം ആവിർഭവിച്ചു അല്ലേ. അപ്പോൾ സരസ്വതിയായിട്ടാണ് കേട്ടോ വരിക. സുംഭനിസുംഭന്മാരെ കൊല്ലാൻ സരസ്വതിയായിട്ടാണ് വരിക. നോക്കൂ, വധത്തിന് മഹാകാളിയായിട്ട് വന്നു. മഹാകാളിയായിട്ട് വന്നു അല്ലേ. പിന്നെ മഹിഷാസുരമർദ്ദിനിയുടെ വധത്തിന് മഹാലക്ഷ്മിയായിട്ട് വന്നു. ഇനി പാർവതീദേവിയുടെ ശരീരത്തിൽ നിന്ന് സരസ്വതി ദേവിയായിട്ട് വരും സുംഭനിസുംഭന്മാരെ. അതും ഞാൻ പറയാം. എങ്ങനെയാണ് കഥ ശരിക്കുണ്ടായതാ, നടന്ന പോലെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. അതാണ് അഹംത്തെ യഥാവത് കഥയാണ്. ഞാൻ എങ്ങനെയാണത് ഉണ്ടായത് അതുപോലെ ഉള്ളതുപോലെ പറഞ്ഞു തരാമെന്ന്. അത് പറഞ്ഞിട്ടാണ് ഈ അധ്യായം നിർത്തണത്. ആരാ? സുമേധസ് മഹർഷി. അതായത് ലോകത്തിന് മുഴുവൻ ഉപകാരം ചെയ്യണതും ദേവന്മാരെ എപ്പോഴും രക്ഷിക്കുന്നവളും ആയിട്ടുള്ള ഭഗവതി സുംഭനിസുംഭന്മാരുടെ വധത്തിനായിക്കൊണ്ടും
ഈ ലോകം മുഴുവൻ പരിപാലിക്കുന്നതിനും വേണ്ടിയിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി ശ്രീ പാർവതിയുടെ ദേഹത്തു നിന്ന് രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ അങ്ങക്കിത് ഉണ്ടായ പോലെ ഉള്ളതുപോലെ ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ എന്ന് പറയാണ് കേട്ടോ. അത് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. 4-ാം അധ്യായം കഴിഞ്ഞു. അപ്പോൾ ഞാനത് വായിച്ചിട്ട് നമുക്കത് നിർത്താം. പുനശ്ച ഗൗരീ ദേഹാത് സാ സമുദ്ഭൂതായ യഥാഭവൽ വധായ ദുഷ്ടദൈത്യാനാം തഥാ സുംഭനിസുംഭയോः രക്ഷണായ ച ലോകാനാം ദേവാനാമുപകാരിണി തച്ഛൃണുഷ്വമയാഖ്യാതം യഥാവത് കഥയാമി തേ. ഇതേ മഹാത്മ്യേ ചതുർത്ഥോധ്യായ മാർക്കണ്ഡേയ പുരാണേ ചതുർത്ഥോധ്യായ സമാപ്തഃ ആണ്. ഇനി നമുക്ക് പഞ്ചമോധ്യായമാണ് നമുക്ക് ചെയ്യേണ്ടത്. പഞ്ചമോധ്യായത്തിൽ സുംഭൻ്റെയും നിസുംഭൻ്റെയും വധാണ് കഥ. അപ്പോൾ അതിൽ എന്താണ്, അപ്പോൾ എങ്ങനെയാ വെച്ചാൽ സുംഭനും നിസുംഭനും 2 രാക്ഷസന്മാരൻ ഇതുപോലെ അസുരന്മാരാണ്. അവർ ഒരുപാട് തപസ് ചെയ്തു. അതായത് 10,000 years 10,000 വർഷം തപസ് ചെയ്തപ്പോൾ പിന്നെ ബ്രഹ്മാവ് ഒരു വരം കൊടുത്തു. എന്താ വരം കൊടുത്തറിയോ? ഇവർ ചോദിച്ച വരാതാവും. എന്താ അറിയോ? ആദ്യം പറഞ്ഞു ഞങ്ങൾ ആരാലും കൊല്ലപ്പെടരുത് പറഞ്ഞു. അവർ ചോദിച്ച വരാതാണ് സുംഭൻ നിസുംഭൻ. അപ്പം ബ്രഹ്മാവ് അത് പറ്റില്ല പറഞ്ഞു. എന്നിട്ട് അപ്പം അവർ പറഞ്ഞു ഓക്കെ എന്നാൽ ഞങ്ങൾ ഒരു സ്ത്രീയുടെ കൈ കൊണ്ടേ മരണം വരിക്കാവൂ എന്ന് പറഞ്ഞു. അവർ വിചാരിച്ചു ഒരു സ്ത്രീക്ക് ഒരിക്കലും കൊല്ലാൻ പറ്റില്ല, അതുകൊണ്ട് അത് സേഫാണ് വിചാരിച്ചിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ ഇൻവിൻസിബിൾ എന്നാണ് ആദ്യം പറഞ്ഞത്. അതായത് ഞങ്ങൾ ആരാലും കൊല്ലപ്പെടരുത്. പക്ഷേ പിന്നെ അവസാനം അത് പറ്റില്ല പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ ഞങ്ങളെ ഒരു സ്ത്രീ അല്ലാതെ ആരും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീയും ഇവരെ കൊല്ലാത്ത ശക്തിയുള്ള ഒരു സ്ത്രീ ഉണ്ടാവില്ല എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ. അങ്ങനെ എനിവേ അങ്ങനെ ഈ വരത്തിൻ്റെ ബലം കൊണ്ട് അഹങ്കാരികളായിട്ട് അവർ എല്ലാവരെയും ആക്രമിച്ച് സ്വർഗവും പോയി ആക്രമിച്ച് ദേവന്മാരെ അവിടുന്ന് ആട്ടിയിറക്കി, മഹിഷാസുരൻ ചെയ്ത പോലെ തന്നെ. അപ്പോൾ അവരൊക്കെ പിന്നെ സ്വർഗത്തു നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട് അവർ വളരെ ദുഃഖം സഹിച്ചു. അപ്പോഴാണ് അവർ പിന്നെയും പോയി ഹിമാലയത്ത് പോയി പാർവതി പരമേശ്വരന്മാരടുത്ത് പോയി പാർവതിയോട് പിന്നെയും പ്രാർത്ഥിക്കും. അപ്പോൾ അപ്പോഴാണ് പിന്നെ കൗശികി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സരസ്വതി ദേവിയായിട്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവതി മുമ്പിൽ അങ്ങനല്ല ഭഗവതി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ എന്നിട്ട് ആ പാർവതിയുടെ പിന്നെ രൂപത്തിൽ നിന്നാണ് പിന്നെ കൗശികി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അത് സരസ്വതിയായിട്ട് പറയാം, സരസ്വതി ഉണ്ടായത്. എന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ അപ്പോൾ ഈ സുംഭൻ്റെയും നിസുംഭൻ്റെയും ഞാൻ ചുരുക്കി പറയുകയാണ്, സുംഭൻ്റെയും നിസുംഭൻ്റെയും പിന്നെ എന്താണ് ചാരന്മാർ ഈ പിന്നെ എന്താണ് ഭഗവതിയെ കാണും, കൗശികി ദേവിയെ കാണും, അംബികയെ കാണും. അപ്പോൾ അതികഠിന ഭംഗി. അപ്പോൾ അവർ തിരിച്ചു വന്ന് സുംഭനോടും നിസുംഭനോടും പറയും അയ്യോ എന്തൊരു ഭംഗിയാണ്, ആ ഒരു സ്ത്രീ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു സ്ത്രീകളും വേണ്ടില്ല, ആ സ്ത്രീ സ്വന്തമാക്കാഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ജീവിതം വ്യർത്ഥമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഈ പിന്നെ എന്താ ചാരന്മാർ സുംഭനോടും നിസുംഭനോടും. അപ്പോൾ പിന്നെ സുംഭനും നിസുംഭനും എന്ത് ചെയ്യറിയോ, പിന്നെ എന്നാൽ ദേവിയെ പോയി പറയാൻ പറയും ഞങ്ങളെ വിവാഹം കഴിച്ചാൽ നല്ല സുഖമാണ് വന്നോളൂ എന്ന് പറയാൻ പറയും. അപ്പോൾ ദേവി പറയും അയ്യോ എനിക്കൊരു ഇതുണ്ട്, എന്താ അറിയോ, എന്നെ ജയിക്കണവരെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന്. എനിക്ക് ഹൂഎവർ ഡിഫീറ്റ്സ് മീ, എന്നെ ജയിക്കണ ആളെ കല്യാണം കഴിക്കുള്ളൂ, വിവാഹം കഴിക്കുള്ളൂ എന്ന് എനിക്കൊരു വ്രതം ഉണ്ടാ പറയും. എന്നാൽ ഞാൻ പിന്നെ നമുക്ക് അവളെ പിന്നെ എന്താണ് യുദ്ധത്തിൽ നമുക്ക് അവളെ തോൽപ്പിക്കാം, എന്നിട്ട് സ്വന്തമാക്കാമെന്ന് വിചാരിക്കും സുംഭനും നിസുംഭനും. എന്നിട്ട് അനവധി ആളെ അയക്കും. എൻ്റെ ഓർമ്മ ശരി, ആദ്യം ധൂമ്രലോചനെ അയക്കും, വലിയ ശക്തിയുള്ള അസുരന്മാരാട്ടോ. ധൂമ്രലോചനെ വേഗം ദേവി തോൽപ്പിക്കും. പിന്നെ ചണ്ടനെയും മുണ്ടനെയും അയക്കും, അവരെയും ദേവി തോൽപ്പിക്കും. പിന്നെ നമ്മൾക്കൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ട രക്തബീജനെ അയക്കും. രക്തബീജനെ എങ്ങനെയാ വെച്ചാൽ ഒരു തുള്ളി രക്തബീജൻ്റെ മേലിന്ന് ഭൂമിയിൽ വീണാൽ അവിടെ ഒരു രക്തബീജം ഉണ്ടാവും. അങ്ങനെയാണ്, അത്ര ബുദ്ധിമുട്ടാണ് കൊല്ലാൻ. അങ്ങനെയുള്ള രക്തബീജന് പോവും.
രക്തബീജനെയും മടിയിൽ വെച്ച് ദേവി രക്തബീജനെയും കൊല്ലും. അവസാനം നിശുംഭൻ പോവും ആദ്യം. അപ്പം നിശുംഭനെയും കൊല്ലും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ശുംഭൻ പോവുക. ശുംഭനെയും കൊല്ലും. അതാണ് ഈ ശുംഭനിശുംഭന്മാരുടെ കഥ ചുരുക്കിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോഴേക്കും 9-ാം അധ്യായം കഴിയുന്നതുകൊണ്ട്, അല്ല 10-ാം അധ്യായം കഴിയും. അത് കഴിഞ്ഞിട്ടാണ് 11-ാം അധ്യായത്തിൽ ദേവന്മാരുടെ വലിയ നമുക്ക് എപ്പോഴും വളരെ ഫേമസ് ആയിട്ടുള്ള ആ സ്തുതി 11-ാം അധ്യായത്തിലൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത അധ്യായം 5-ാം അധ്യായം തൊട്ട് ഐ തിങ്ക് 10 കഴിയണ വരെ പിന്നെ ശുംഭനിശുംഭന്മാരുടെ കഥയാണ് ആദ്യം തൊട്ട്. അവരിങ്ങനെ തപസ് ചെയ്ത് പിന്നെ ഒരു സ്ത്രീയുടെ കൈകൊണ്ടേ മരിക്കുള്ളൂ എന്നുള്ള ഇത് കിട്ടി. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് അയക്കുക യുദ്ധത്തിന്, അവരൊക്കെ തോൽപ്പിക്കുക ഭഗവതി. അങ്ങനെ 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 അവസാനം അതാണ് കഥ. അപ്പം നമുക്ക് ഇന്നിവിടെ നിർത്താം. എന്നിട്ട് അടുത്ത ദിവസം 5-ാം അധ്യായം തുടങ്ങാം. അപ്പോൾ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ. ഗുരുവായൂരപ്പ ശരണം.